ശ്രീ ജയേന്ദ്രൻ, ഇതിപ്പോൾ UDF-ലേക്ക് തിരിച്ചു വിടാനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇപ്പോൾ അതിലാണല്ലോ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് UDF കാലത്താണ്, UDF-ന്റെ ഭരണകാലത്താണ് ഇവിടേക്ക് പോറ്റിയെത്തിയത്, ശബരിമലയിലേക്ക് എത്തിയത് എന്ന വാദത്തിൽ തുടങ്ങി അവിടെ നിന്നും കൊടിമരം അഴിച്ചു മാറ്റിയതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ശബരിമലയുമായി ബന്ധമുള്ളവർ തന്നെ പറയുന്ന വാദങ്ങളും അങ്ങ് കേട്ടല്ലോ. ഇക്കാര്യത്തിൽ ഈ ഒരു പ്രത്യാരോപണം കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അത് ദുർബലമാകും? അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ച അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെറും ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ജനുവരി 5-ാം തീയതിയാണല്ലോ ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ തെല്ലും ഒരു നഖത്തിന്റെ നീളം പോലും സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളത് സുവ്യക്തമല്ലേ? അവർ SIT-യിൽ വിശ്വാസം അർപ്പിക്കുന്നു, SIT-യുടെ വിശ്വാസത്തെ പരിപൂർണമായി അംഗീകരിക്കുന്നു, നിങ്ങൾ മുമ്പോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നു, ആ അന്വേഷണം നടക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറം നോക്കിയാൽ ചാനലുകളിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്, വിവിധ ചാനലുകൾ, റിപ്പോർട്ടർ ചാനലിലടക്കം. ഞാൻ തന്നെ പല ചർച്ചകളും ശബരിമലയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുമുണ്ട്. അതൊക്കെ വെറും ഊഹാപോഹങ്ങളാണല്ലോ നമ്മൾ നിരത്തുന്നത് മുഴുവനും. ഇപ്പോൾ വസ്തുതകളുടെ എന്തെങ്കിലും അംശങ്ങൾ ഉണ്ടാവും പറയുന്നതിലൊക്കെ എന്നുള്ളതല്ലാതെ വസ്തുതാപരമായ ഒരു കാര്യവും ചർച്ച ചെയ്യാനായിട്ട് ഒരാൾക്കും കഴിയില്ല. കാരണം ആ തെളിവുകൾ മുഴുവൻ SIT-യുടെ ഉണ്ട്. 5-ാമത്തെ ആ ഉത്തരവ് സ്മൃതിയെടുത്ത് ഒന്നുകൂടെ നോക്കിയാൽ മതിയല്ലോ. 181 സാക്ഷിമൊഴികൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അവർ. ഈ 181 സാക്ഷിമൊഴികളിൽ ഒരു സാക്ഷിമൊഴി എന്താണെന്നെങ്കിലും നമുക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, കഴിയില്ല. പക്ഷെ അത് അവസാനം ഇനിയിപ്പം അവരുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് ഉത്തരവ് വരുമ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം. രണ്ടാമത്, താങ്കളുടെ ചോദ്യത്തിൽ വന്ന പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായ ആരോപണം പ്രത്യാരോപണം. അത് തന്നെയാണല്ലോ ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഉന്നയിച്ചത്. കടകംപള്ളി സുരേന്ദ്രന്റെ പേര്, പിണറായി വിജയന്റെ പേര്, വേറെ ആരുടെയൊക്കെ പേര്, ഇതൊക്കെ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഞാൻ റിജിൽ മാക്കുറ്റിയോട് സ്നേഹത്തോടു കൂടി ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് റിജിൽ മാക്കുറ്റി എന്ന യുവ കോൺഗ്രസ് നേതാവ് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഈ ദേവസ്വം ബെഞ്ച് മുമ്പാകെ കൊടുക്കുന്നില്ല? നിങ്ങളുടെ പാർട്ടി കൊടുക്കുന്നില്ല? ഈ ഉത്തരവാദിത്തപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവർ, നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കളായ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ട അതാണെന്നേ. ജനങ്ങൾക്കറിയാം എന്താണ് എന്നുള്ളത്. അവർക്ക് അവരുടെ വിശ്വാസമാണ് പ്രധാനം, ഭക്തിയാണ് പ്രധാനം. അതിൽ രാഷ്ട്രീയം കലർത്തുന്നതിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കതിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ, കടകംപള്ളി ഇതിനകത്ത് പ്രതിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ റിജിൽ മാക്കുറ്റി താങ്കളുടെ പേരിലൊരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഹൈക്കോടതി കൊണ്ട് കൊടുക്കുന്നേ, എന്നിട്ട് അവരെ വിചാരണ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഇതിനകത്ത് വന്നിരുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വർത്തമാനം പറയരുത്, വിളിച്ച് പറയരുത്. ഒന്ന്. രണ്ടാമത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്മൃതി, ഇതിന്റെ അകത്ത് ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനേ ഉള്ളൂ റോള്, ദേവസ്വം വകുപ്പിന് റോളില്ല. അത് കവനന്റ് പ്രകാരം വന്നിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിച്വസ്റ്റിക് ആയിട്ടുള്ള പോർഷൻ, അത് റിച്വസ്റ്റിക് പോർഷൻ ചെയ്യേണ്ടത് ചീഫ് പ്രീസ്റ്റും ശാന്തിയും അടങ്ങുന്ന ഒരു വിഭാഗം. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിലെ സ്റ്റാഫും. അതിന്റെ അപ്പുറത്തേക്ക് ദേവസ്വം വകുപ്പിനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണവും അവർക്ക് ഉത്തരവാദിത്വം. കൊടിമരത്തിലും പാളികളിലുമുള്ള ഒരു വ്യത്യാസം, ഈ പാളികളുടെ കാര്യത്തിൽ അത് ചെമ്പുപാളിയാണെന്ന് മാറ്റി എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ്. അതിൽ കൃത്യമായി ഇടപെടലുകളുടെ രേഖകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് തന്ത്രി തന്നെ നിർബന്ധിക്കുന്നതിന്റെ വിവരങ്ങളാണ്. നമുക്ക് രേഖകളായിട്ട് കിട്ടിയിട്ടില്ല. രേഖയായി കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു വാദം ഉന്നയിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന രേഖകൾ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളത് എഴുതി കൊടുത്തിരിക്കുന്നതാണല്ലോ. അത് ചെമ്പുപാളിയാണെന്ന് പരസ്യമായി പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ അങ്ങ് പറയുന്ന ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാത്ത SIT-യുടെ കണ്ടെത്തലാണ് അല്ലേ? അതെ, ഞാൻ ആ കണ്ടെത്തലിനെ കുറിച്ച് തന്നെ അവരുടെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഈ 2026 ജനുവരി 5-ന് പുറത്തുവിട്ട ഉത്തരവിലെ പേജ് 2 പാർട്ട് 4 ക്ലോസ് 4 അതിൽ ആ പാരഗ്രാഫിൽ അവസാനത്തെ വാചകം 4 ഭാഗങ്ങളുണ്ട് ഇതിനെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ദ തേർഡ് ഫേസ്, മൂന്നാം ഘട്ടം, തേർഡ് ഫേസ് pertains to the removal of the gold clad ദ്വാരപാലക idol plates. ശ്രദ്ധിക്കേണ്ടതാണ് ആ വാചകം. The third phase pertains to the removal of the gold clad ദ്വാരപാലക idol plates, side plates and door frame plates in the year 2019. എന്നിട്ട് അടുത്ത വാചകം,
The fourth phase covers all transactions relating to the gold plating of the Dwarapalaga idol plates in the year 2025. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ 2019 പിന്നെ ഗോൾഡ് ക്ലാഡ് ഡോറാണ്, സ്വർണം പൊതിഞ്ഞ വാതിലാണ്. അവർ വ്യക്തമായി പറയുകയാണ് ഹൈക്കോടതി അവരുടെ ഇടക്കാല ഉത്തരവിൽ, സ്വർണം പൊതിഞ്ഞ വാതില്. എന്നാൽ അടുത്ത സെന്റൻസ് പറയുന്നതോ, ഫോർത്ത് ഫേസ് കവേഴ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദ ഗോൾഡ് പ്ലേറ്റിംഗ്. സ്വർണം പൂശിയത്, സ്വർണം പൊതിഞ്ഞതും സ്വർണം പൂശിയതുമായ രണ്ട് കാര്യം അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ച് പ്രതികരിക്കേണ്ട വസ്തുതയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലെ ഈ രണ്ട് വാചകങ്ങൾ മാത്രം എടുത്താൽ നമുക്ക് പറയാൻ കഴിയും. ഒന്നിൽ സ്വർണം പൊതിഞ്ഞത്, മറ്റൊന്നിൽ സ്വർണം പൂശിയത് എന്ന് തന്നെയാണ് പറയുന്നത്. അത്ര വ്യക്തതയോടുകൂടിയാണ് പിന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സ്പെഷ്യൽ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയക്കാർ ഇതിൽ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു, ഇടതുപക്ഷം സഖാക്കൾ കള്ളന്മാരാണ്, കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്നവർക്ക് പറയുന്ന വാക്കുകൾക്ക് എനിക്ക് വാക്കിന് വിലയുണ്ട്. കാരണം അക്ഷരത്തെ അങ്ങേയറ്റം വിശ്വസിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അകത്ത് കിടക്കുന്നത് രണ്ടല്ലല്ലോ സി പി എം നേതാക്കൾ അകത്ത് കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾ ജാമ്യം കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല. അത് താങ്കൾക്കോ ഇവിടെ ഇരിക്കുന്ന എനിക്കോ അതിൻ്റെ അകത്ത് ഖേദിക്കേണ്ട കാര്യമില്ല. അവരുടെ പേരിലുള്ള ചാർജ് ഷീറ്റ് എന്താണോ ആ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഞങ്ങൾ ആവശ്യമായ നടപടി എടുത്തോളാം CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ. പരസ്യമായി ഒന്നല്ല, പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എന്തുറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടത്? അത് ശരിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.